എല്ലാവർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് നോക്കുന്നത്. റിനൈസൻസ് എന്ന് പറഞ്ഞ ഒരു തീം നമുക്ക് സോഷ്യലിൽ പഠിക്കാണ്ട് ഇല്ലേ, നവോത്ഥാനം. ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പെയിൻറ്ററിൻ്റെ ഒരു കഥയാണ് നമുക്കിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആൽബ്രെക്റ്റ് ഡൂറർ എന്നാണ് പേര്, ആൽബ്രെക്റ്റ് ഡൂറർ. അദ്ദേഹത്തിൻ്റെ കഥയാണ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പാരഗ്രാഫ് വായിക്കാം, അതിന് ശേഷം ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യാം. Back in the 15th century, in a tiny village in Germany, lived the Dürer family with 18 children. Yes, 18, just to keep the food on the table for this big family. The father, who was a goldsmith by profession, worked for almost 80 hours a day. He also took on any other paying job he could find in the neighborhood. Despite their hopeless condition, two of the older children, Albrecht and Albert, had a dream. They both wanted to pursue their talent for art, but they knew that their father would never able to send them to study at the academy. അപ്പോൾ ഒരു 15th സെഞ്ച്വറി 15-ാം നൂറ്റാണ്ടിലാണ് ഒരു ചെറിയൊരു ഗ്രാമമാണ് ജർമ്മനിയിലെ. അവിടെയായിരുന്നു ഈ ഡൂററിൻ്റെ ഫാമിലി, അതായത് ആൽബ്രെക്റ്റ് ഡൂറർ, അതാണ് ഫുൾ നെയിം. അവരുടെ ഫാമിലി ജീവിച്ചിരുന്നത്. 18 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് അത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു സംഖ്യയാണ് അല്ലേ, 18 മക്കൾ. അവർക്ക് ഒരു വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ടേബിളിൽ എപ്പോഴും ഇങ്ങനെ ഫുഡ് കീപ്പ് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിൻ്റെ ഫാദർ എന്നൊരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു, അതായത് സ്വർണം പണിയണ ആൾ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു 18 മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കും. അത് പോരാതെ അദ്ദേഹം അയൽപ്പക്കത്തുള്ള ജോലികൾ, അങ്ങനത്തെ ജോലികളും ചെയ്യുമായിരുന്നു. അവരുടെ ഇങ്ങനത്തെ അവസ്ഥ കാരണം അവിടുത്തെ 2 മക്കൾ, ആൽബ്രെക്റ്റും ആൽബർട്ടും, അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ആർട്ടിനോടായിരുന്നു ഒരു താല്പര്യം. അപ്പോൾ അവരുടെ ഒരു ടാലൻറ്റ് അതിലേക്ക് കൊടുക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അവർക്കറിയാം അവരുടെ ഫാദറിനെ അങ്ങനെ അക്കാദമിയിലൊക്കെ പോയി പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യമില്ലയെന്ന്. After many long discussions, the two boys finally work out a pact. They would toss a coin. The loser would go down into nearby mines. His earning would support his brother to study at the academy. In 4 years, the brother who won the toss would complete his studies. He would then support his brother to go to academy. If necessary, he would even work in mine for that. അപ്പോൾ അങ്ങനെ കുറേ ഡിസ്കഷന് ശേഷം ആ 2 ബോയ്സ്, അതായത് ആൽബ്രെക്റ്റും ആൽബർട്ടും ഒരു ഡിസിഷനിലെത്തി. ഒരു ഉടമ്പടി വെച്ചു. അവർ ടോസ് ചെയ്തു കോയിൻസ്. എന്നിട്ട് ആരാണോ ലോസ് ചെയ്യുന്നത് അവർ അവിടെ അടുത്തുള്ള മൈന്, ഖനിയൊക്കെ ഇല്ലേ, അവിടെ പോയി പണിയെടുക്കുക. ആ ഏണിയും കൊണ്ട് അക്കാദമിക്ക് പോവാം. അങ്ങനെ 4 വർഷത്തിന് ശേഷം ജയിക്കുന്നത് ബ്രദറായിരിക്കും. അങ്ങനെ അവരുടെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരാൾ പണിക്ക് പോവുക, ഒരാൾ ഈ അക്കാദമിയിൽ പോയി പഠിക്കുക. അങ്ങനത്തെ ഇതിലേക്ക് എത്തി. അങ്ങനെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അക്കാദമിക്ക് പോകാൻ. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. മറ്റാൾക്കും വർക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു ഉടമ്പടിക്ക് അവരെത്തുകയാണ്. One Sunday morning after church, they tossed the coin that would determine their future. Albrecht Dürer, the younger brother, won the toss and went off to the academy. അങ്ങനെ ഒരു ദിവസം പള്ളി കഴിഞ്ഞിട്ട് അവർ ഞായറാഴ്ച ഒരു ടോസ് ചെയ്യുകയാണ് കോയിൻ. അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ടോസ് ആയിരുന്നു അത്. അങ്ങനെ ആൽബ്രെക്റ്റ് ഡൂററാണ് അതിൽ ജയിച്ചത്. അങ്ങനെ അക്കാദമിയിലേക്ക് പോകുന്നത് ഇപ്പോൾ ആൽബ്രെക്റ്റ് ഡൂററാണ്. ആൽബർട്ട് വെൻ ഡൗൺ ഇൻ ടു ഡേഞ്ചറസ് മൈൻ. അപ്പം മറ്റാൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഡേഞ്ചറസ് മൈനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഒരു 4 കൊല്ലം ഇനി അവിടെയാണ് അവൻ്റെ വർക്ക്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആൽബ്രെക്റ്റ് ഡൂററിനെ അവിടെ അക്കാദമിയിൽ പോയി പഠിക്കാൻ പറ്റുള്ളൂ. കാശ് വേണമല്ലോ അവിടെ പഠിക്കാൻ. അപ്പോൾ ഈ ആൽബർട്ട് എന്ന ബ്രദർ ആൽബ്രെക്റ്റിനെ അക്കാദമിക്ക് അയക്കാൻ വേണ്ടിയിട്ട് മൈനിൽ ജോലി ചെയ്യാൻ പോവുകയാണ്. ആൽബ്രെക്റ്റ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ഓൾമോസ്റ്റ് എ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. അങ്ങനെ അവിടെ ആൽബ്രെക്റ്റ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു പെട്ടെന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു സെൻസേഷൻ, ഒരു ഫീലിംഗ്, പാഷൻ കൊണ്ട് അങ്ങനെ പോവുകയാണ് ആൽബ്രെക്റ്റ്. Albrecht's etchings, his woodcuts and all his oil paint were far better than those of most of his professors. By the time he graduated, he was beginning to earn a considerable fee for his work. അപ്പോൾ ആൽബർട്ട്സ് അവിടുത്തെ പ്രൊഫസറിനെയും കാട്ടിയും കൂടുതൽ ബെറ്ററായിട്ട് ഓയിൽ പെയിൻറ്റിങ്സും വുഡ് കട്ട്സും ഇച്ചിങ്സ് എന്ന് വെച്ചാൽ കൊത്തുപണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവരെയും കാട്ടിയും അവിടുത്തെ പ്രൊഫസർമാരെയും കാട്ടിയും അധികം നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ ഗ്രാജുവേറ്റഡായി. അങ്ങനെ അവൻ ബിഗിനിങ്ങിൽ ഒരു വർക്കിനൊക്കെ വെച്ചിട്ട്
ഏൺ ചെയ്യാൻ തുടങ്ങി. ഓരോ വർക്കിനും ബിഗിനിങ് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഏൺ ചെയ്യാൻ തുടങ്ങി. When the younger artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. It was a long and memorable meal filled with music and laughter. At the end, Albert rose from his honored position at the head of the table. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. His closing words were, "And now, Albert, blessed brother of mine, now it's your turn. Now you can go to the academy to pursue your dream, and I will take care of you." അപ്പോൾ മകൻ വരികയാണ്, ഫാമിലിക്ക് വരികയാണ്. അപ്പോൾ നല്ല ഫെസ്റ്റീവ് പോലെ, അതായത് വളരെയധികം ആർഭാടത്തിൽ ഡിന്നറൊക്കെ ഉണ്ടാക്കുകയാണ്. അതുപോലെ ലോൺ എന്ന് വെച്ചാൽ പുൽത്തകിടി എന്നാണ് അർത്ഥം. അവിടെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഡിന്നർ. അപ്പോൾ വളരെയധികം മെമ്മറബിൾ ആയിട്ടുള്ള മീലായിരുന്നു ഉള്ളത്. അതുപോലെ തന്നെ മ്യൂസിക്കും ചിരിയും ഒക്കെ ആയിട്ടാണ് അവിടെ എൻഡ് ചെയ്തത്. അങ്ങനെ അവ ഒരു ഹോണേഡ് പൊസിഷനിൽ, അതായത് വളരെയധികം പ്രൗഡിയോട് കൂടിയിട്ട് വലിയൊരു ആളായിട്ട് ഉള്ള പൊസിഷനിൽ ടേബിളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ ആ സാക്രിഫൈസ് കാരണം, അതായത് ആൽബർട്ടിൻ്റെ സാക്രിഫൈസ് കാരണമാണ് അദ്ദേഹത്തിന് അക്കാദമിയിൽ പോയി പഠിക്കാൻ പറ്റിയത്. അങ്ങനെ ആൽബ്രക്റ്റ് പറയാണ്, ഇനി നിൻ്റെ ടേണാണ് ആൽബർട്ട്, നീ എൻ്റെ സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ ഒരു അനിയനാണ്, ഇനി നിൻ്റെ ടേണാണ്, നിനക്ക് ഇനി അക്കാദമിയിൽ പോയിട്ട് പഠിക്കാം, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം എന്ന് ഈ അക്കാദമിയിൽ പോയി തിരിച്ചു വന്ന ആൽബർട്ടിനോട് പറയാണ്. All heads turned in eager expectation to the far end of the table where Albert sat. Tears were streaming down his pale face, shaking his lowered head from side to the side. He sobbed and repeated over and over again, "No, no, no." Finally, Albert rose and wiped tears on his cheek. He glanced down that long table at the face he loved. അങ്ങനെ എല്ലാ തലകളും ഈ ആൽബർട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ്. എന്താണ് അവൻ പറയുക, ആകാംക്ഷയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. കണ്ണുനീരിങ്ങനെ സ്ട്രീമിങ് എന്ന് വെച്ചാൽ ഒഴുകുക, വിളറിയ മുഖത്ത് ഇങ്ങനെ ഒഴുകി പോവുകയാണ് കണ്ണുനീര്. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഈ സോബ്ഡ് ആൻഡ് റിപ്പീറ്റ്. അങ്ങനെ അവൻ തലയൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ തേങ്ങി സോബ്ഡ് എന്ന് വെച്ചാൽ തേങ്ങി കരയുകയാണ്. റിപ്പീറ്റ് ചെയ്തിട്ട് നോ നോ നോ, അത് വേണ്ട അങ്ങനെ പറയുകയാണ്. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടീയേഴ്സ് ഓൺ ഹിസ് ചീക്കിൽ, അതായത് കവിളിൻ്റെ മുകളിലത്തെ കണ്ണുനീരൊക്കെ തുടച്ച് ഈ ഗ്ലാൻസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, അങ്ങനെ ഇങ്ങനെ ആ ലോങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്ന അവന് ഇഷ്ടപ്പെട്ട ആളുകളുടെ അവിടേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ദെൻ ഹോൾഡിങ് ഹിസ് ഹാൻഡ് ക്ലോസ് ടു റൈറ്റ് ഷീക്ക് ഹി സെയ്ഡ് സോഫ്റ്റ്ലി. അങ്ങനെ കയ്യ് അവൻ്റെ റൈറ്റ് ചീക്കിൽ വെച്ചിട്ട് പറയുകയാണ്, "നോ ബ്രദർ, ഐ കനോട്ട് go to academy, it is too late for me. Look what 4 years in the mines have done to my hands." അങ്ങനെ പറയണം, എനിക്കിനി അക്കാദമിക്ക് പോകാൻ പറ്റില്ല, കാരണം അത് വളരെയധികം ലേറ്റായി പോയി. ഈ 4 കൊല്ലം കൊണ്ട് എൻ്റെ കൈയൊക്കെ ഒന്ന് നോക്കുക എന്ന് പറയുകയാണ്. മൈൻഡിൽ ജോലി ചെയ്തിട്ട്, അതായത് ഖനികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരുടെ കയ്യും ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ആകെ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. The bones in every fingers have been smashed at least once. I cannot even hold a glass to the return your toast, much less make art on canvas with a pen or brush. പറയാണ്, ഒരു വട്ടമെങ്കിലും എൻ്റെ ഓരോ വിരലുകളും ചതഞ്ഞിട്ടുണ്ടായിരിക്കും. ചതയാത്തായിട്ടില്ല, എല്ലാ വിരലുകളും അപ്പോൾ ചതഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. സ്മാഷ് എന്ന് വെച്ചാൽ ചതയ്ക്കുക, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിന് ഒരു ടോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഘോഷങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള മദ്യപാനമാണ് ടോസ്റ്റ്. തിരിച്ച് ആ ഗ്ലാസ് പിടിച്ചിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് പിടിക്കാൻ പോലുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ ഒരു പെന്നും ബ്രഷും, ക്യാൻവാസിൽ ആർട്ട് ചെയ്യാനുള്ള പെന്നും ബ്രഷും പിടിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് ആൽബർട്ട് ആൽബ്രക്റ്റിനോട് പറയുന്നത്. More than 500 years have passed. By now, hundreds of Albert Dürer masterful portraits, pen and silver point sketches, watercolors, charcoal, woodcuts, and copper impressions hang in every great musician in the world. But most people are familiar with only one of Albert Dürer work.
One day he desired to pay homage to his brother Albert for all that he had sacrificed. Albrecht Dürer painstakingly drew his brother's abused hands with palm held together with the thin fingers stretched skyward. He called his powerful drawing simply hands. But the world renamed his art tribute of love as the praying hands. The next time you see a copy of that touching creation, take a second look. Let us remember that no one ever make it alone. അതായത് 500 വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ആൽബ്രട്ട് ഡൂററിൻ്റെ മാസ്റ്റർഫുള്ളായിട്ടുള്ള പോർട്രേറ്റ്സും പെന്നും സിൽവർ സ്കെച്ച് അതിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടും അതിനെ കുറിച്ചിട്ട് ഒക്കെ നമുക്ക് മ്യൂസിയത്തിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ ആൽബ്രട്ട് ഡൂററിൻ്റെ വർക്കിനെ കുറിച്ച് നമുക്ക് ഫെമിലിയർ ആണ്. വൺ ഡേ ഹി ഡിസൈഡഡ് ടു പേ ഹോമേജ് എന്ന് വെച്ചാൽ ആദരം പ്രകടിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൽബർട്ട് എന്ന് പറഞ്ഞ സഹോദരന് വേണ്ടിയിട്ടൊരു ഇത്രയും സാക്രിഫൈസ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഫുള്ള് സാക്രിഫൈസ് ചെയ്തു ബ്രദറിന് വേണ്ടിയിട്ട്. ടു പേ ഹോമേജ് എന്ന് വെച്ചാൽ ആദരം പ്രകടിപ്പിക്കുക. ആൽബർട്ട് ഡൂറർ പെയിൻസ്റ്റേക്കിംഗ് എന്ന് വെച്ചാൽ കഠിനമായി എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ അബ്യൂസ്ഡ് ഹാൻഡ്സ്, അതായത് അത്രയും പീഡനം ഏറ്റി വാങ്ങിയിട്ടുള്ള ഹാൻഡ്സ് ഇങ്ങനെ ഒരുമിച്ച് ഹെൽഡ് ടുഗെദർ എന്ന് വെച്ചാൽ ഒരുമിച്ച് കൈ പിടിച്ച് നല്ല തിന്നായിട്ടുള്ള ഫിംഗേഴ്സാണുള്ളത്. അത് ആകാശത്തേക്ക് കൂപ്പി നിൽക്കുന്ന പോലെയുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം വരയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ആദരം സൂചകമായി വരയ്ക്കുന്ന ചിത്രമാണ് ആൽബർട്ട് ഡൂറർ. അതിന് അദ്ദേഹം ഒരു പേരും ഇട്ടു, പ്രേയിങ് ഹാൻഡ്സ് എന്ന്. അതൊരു നിങ്ങൾ ഇനി അത് കാണുകയാണെങ്കിൽ അതൊരു ഇനി ഒന്നും കൂടി നിങ്ങൾ നോക്കണം, അതൊരു ടച്ചിങ് ക്രിയേഷനാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളത് ഓർക്കുക. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ നെവർ മേക്ക് ഇറ്റ് അലോൺ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാളും ഇതുപോലെ ഒറ്റയ്ക്കായിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം ലാസ്റ്റ് വരിയിൽ പറയുന്നത്. ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ്, ഇൻസ്പിറേഷൻ, നമ്മളതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.